ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ഏലക്കായാണ്, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി മാവൊന്ന് അരച്ചെടുക്കാനായിട്ട് ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ പകുതി അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാ നോർമൽ വാട്ടറാണ് എടുക്കുന്നത്. അത് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാവ് അരച്ചെടുക്കാനായിട്ട് ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ പകുതി അളവിൽ വെള്ളം ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത്. ശർക്കരപ്പാനിയൊന്നും തയ്യാറാക്കിയെടുക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇനി ഈ ഒരു മാവിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ തേങ്ങ ചെരുകിയത് 1 സ്പൂൺ, അതോടൊപ്പം 1 സ്പൂൺ റവ കൂടി ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കാരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നെയ്യപ്പ റെസിപ്പിയാണ്. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയ ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ അരിപ്പൊടി കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേ മാവ് നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ചൂടായ എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ മാവ് ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ശർക്കരയൊന്നും ഉരുക്കിയെടുക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയ നെയ്യപ്പ റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.